ഓരോരുത്തർക്കും അവരവരുടെ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ട് എത്രയും നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യാമെന്നാണ് അറ്റ്ലസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കൺസെപ്റ്റ് ബേസ്ഡ് കസ്റ്റമൈസ്ഡ് ഇൻറ്റീരിയർ സൊല്യൂഷൻ ആയതുകൊണ്ട് മാനുഫാക്ചറിങ് നമ്മൾ തന്നെ ചെയ്യണം. എല്ലാം നമുക്കൊരു ടൈം ബൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കെല്ലാം ഹൈ എൻഡ് മെഷീനറീസും ഹൈ എൻഡ് സോഫ്റ്റ്വെയർസും ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു വീട് വെക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള ആരും സ്വപ്നം കാണില്ല. സ്വപ്നം കാണില്ല എൻ്റെ ബെഡ്റൂം എങ്ങനെയാണ്, എൻ്റെ കിച്ചൺ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ലിവിങ് ഏരിയ എങ്ങനെ ആയിരിക്കണം, എൻ്റെ ഡൈനിങ് ഏരിയ എങ്ങനെ ആയിരിക്കണം. ഇതാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനി ഒരിക്കലും അവരെ മെറ്റീരിയൽസിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. 100% നിങ്ങളടുത്ത് എന്താണോ കമ്മിറ്റ് ചെയ്ത് മെറ്റീരിയൽസ് മാത്രം സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. വീട് എപ്പോഴും ഒരു സ്വപ്നമാണ്. ഞങ്ങളടുത്ത് എത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങളടുത്ത് എത്തുന്നത്. അപ്പോൾ മാക്സിമം ഒരു കംഫർട്ട് സോണിലാണ് ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു സ്ട്രോങ് ടീമാണ് ഉള്ളത്. ഒരുവിധം ചാലഞ്ചസ് ഒന്നും പേഴ്സണലി എനിക്ക് വരാറില്ല. സ്റ്റക്ക് ആവണ വർക്കുകളായിട്ട് നമുക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. കാരണം എല്ലാത്തിനും സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്റീരിയർ ഡിസൈൻ വേൾഡിനെ അവരുടെ വിഷൻ കൊണ്ടും എക്സ്പെർട്ടൈസ് കൊണ്ടും റീഡിഫൈൻ ചെയ്ത ഒരു ബ്രാൻഡാണ് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ്. അറ്റ്ലസിൻ്റെ ജേർണി എന്ന് പറയുന്നത് UAE സ്റ്റാർട്ട് ചെയ്ത് 24 ഇയേഴ്സിന് ഇപ്പുറം 10K+ ഹാപ്പി കസ്റ്റമേഴ്സ് ഇന്ത്യയിലും കേരളത്തിലും പുറത്തുമായി നിരവധി ബ്രാഞ്ചസ് ഉള്ള എലഗൻറ്റ് ആൻഡ് ഫങ്ഷണൽ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് പാർട്ണർ എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കോൺവെർസേഷന് ജോയിൻ ചെയ്യുന്നത് അറ്റ്ലസിൻ്റെ MD ആയിട്ടുള്ള സജീർ മുഴിക്കൽ സാറാണ്. അപ്പോൾ സജീർ സാറിനോട് നമുക്ക് ഇന്ന് കുറച്ച് ബേണിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലൈക്ക് നമ്മുടെ ഡ്രീം ഹോം എന്ന ആ ഒരു വിഷൻ അതിനെ റിയാലിറ്റി ആക്കുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ബേണിംഗ് ക്വസ്റ്റ്യൻസ്, അതുപോലെ അറ്റ്ലസിൻ്റെ ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ പ്രാക്ടീസസ്, അതുപോലെ ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ ഇന്റീരിയർ ഡിസൈൻ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. സർ, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഡ്രീം ആണല്ലേ. അപ്പോൾ നമ്മൾ വീട് വെച്ചു, അതിനൊരു ബഡ്ജറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്റീരിയർ ഡിസൈനിലോട്ട് വരുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ചെറിയൊരു 3 BHK അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ ഹോം ആയിക്കോട്ടെ, എത്ര എമൗണ്ട് നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം ബേസിക്കലി ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് വേണ്ടി? ശരിക്ക് ഇന്റീരിയർ ദ വീട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും സ്വപ്നമാണ്. സ്വപ്നത്തിന് അതിരുകളില്ല. അപ്പോൾ നമുക്കിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് എങ്ങനെ നമുക്കൊരു ബഡ്ജറ്റ് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പല രീതിയിൽ ഓരോരുത്തരിപ്പോൾ എനിക്കൊരു ചെറിയ 3 BHK ഫ്ലാറ്റ് ഉണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആവില്ല മാഡം ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ട് എത്രയും നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യാമെന്നാണ് അറ്റ്ലസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കൺസെപ്റ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ചിലർക്കൊരു ലക്ഷറിയസ് ടൈപ്പിൽ വേണം, നമുക്കത് ചെയ്യാം. ഇനി അതല്ല, നമുക്കൊരു എക്കണോമിക് രീതിയിൽ കുറച്ച് ബഡ്ജറ്റ് കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണോ അവരെ കൺസെപ്റ്റ് അത് അറിഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങളൊരു ഡിസൈനിലായാലും അതിൻ്റെ മാനുഫാക്ചർ, അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ചെറിയതല്ല. ഇപ്പോൾ ഒരു 3 BHK എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ചെയ്യണതാവില്ല, ചിലപ്പം വേറൊരാൾ ചെയ്യണേ. നമുക്ക് അത് ഏത് രീതിയിലും നമുക്ക് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കൊടുക്കാന്നാണ് അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ടൈമിന്റെ കേസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ടൈം നമുക്ക് അതിന്റെ വർക്കിന്റെ നാച്ചർ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിനിഷസും ചിലപ്പോൾ PU ഫിനിഷൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റെയർ മെറ്റീരിയൽസ് ഒക്കെ ചൂസ് ചെയ്യുകയാണ്, റെയർ ഫിനിഷസ് ഒക്കെ ചൂസ് ചെയ്യുകയാണ്, ചിലപ്പോൾ അതിന്റെ പ്രൊക്യൂർമെന്റ് സമയം എടുക്കും. ഈവൻ ദോ നമുക്ക് ഇൻഹൗസ് ഫാക്ടറി ഉള്ളതുകൊണ്ട് എല്ലാം നമുക്കൊരു ടൈം ബൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കെല്ലാം ഹൈ എൻഡ് മെഷീനറീസും ഹൈ എൻഡ് സോഫ്റ്റ്വെയർസും ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ഓട്ടോമൈസ്ഡ് ആണ്. അപ്പോൾ എല്ലാം സോഫ്റ്റ്വെയർസാണ് ചെയ്യുന്നത്. ഇപ്പം മാൻ പവർ കുറവാണ്. നമുക്കിപ്പോൾ ഒരു ഡ്രോയിങ് അവിടെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഹൈ എൻഡ് മെഷീൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ബൗണ്ടായിട്ട് ഏത് രീതിയിൽ, ഇപ്പോൾ ഹെവി പ്രൊജക്റ്റ് ആയാലും മിനിമം പ്രൊജക്റ്റ് ആയാലും ഒരു ടൈം ബൗണ്ടായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഒരു 10,000-ൻ്റെ മേളിൽ പ്രൊജക്ട്സ്, 10,000-ൻ്റെ മേളിൽ ഹാപ്പി ക്ലയൻസ് ഇന്ന് അറ്റ്ലസിനുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഓക്കെ, ഗുഡ് ടു നോ ദാറ്റ് സർ. സർ, ഇപ്പോൾ ചോദിച്ചോട്ടെ, ഇപ്പോൾ പുതിയ കിച്ചൺ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഹോം കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കാർപ്പൻറ്ററിനെ വിളിച്ചിട്ട് പണിയെടുപ്പിക്കുന്ന കേസസ് ഉണ്ട്. ഇപ്പോൾ മോഡുലർ കിച്ചൺസ് അല്ലെങ്കിൽ മോഡുലർ ഹോംസ് ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്താണ്? ഇപ്പോൾ ഞാനൊരു വീട് വെക്കുന്ന സമയത്ത് എനിക്കത് നോക്കുന്ന ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? എപ്പോഴും നമ്മൾ ഒരു വീട് ഒരു ഇൻറ്റീരിയർ ആണ്. കാരണം ഒരു വീട് വെക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള ആരും സ്വപ്നം കാണില്ല. സ്വപ്നം കാണില്ല എൻ്റെ ബെഡ്റൂം എങ്ങനെയാണ്, എൻ്റെ കിച്ചൺ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ലിവിങ് ഏരിയ എങ്ങനെ ആയിരിക്കണം, എൻ്റെ ഡൈനിങ് ഏരിയ എങ്ങനെ ആയിരിക്കണം. ഇതാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ എങ്ങനെയുള്ള കമ്പനിക്കാണ് ഇൻറ്റീരിയർ കൊടുക്കുന്നത് പറഞ്ഞാൽ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആദ്യം നോക്കണം. പിന്നെ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്.
കമ്പനി കാണുമ്പോൾ ഇറ്റ്സ് നോട്ട് ഒരു വൺ മാൻ ഷോ അല്ല, ഇറ്റ്സ് എ കമ്പനി വിൽ ബി ഇത്. കാരണം ഇതെല്ലാം ഡേ ടു ഡേ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡേ ടു ഡേ കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങനെ നിന്നിട്ടില്ല. ഇപ്പോൾ ചിലയിടത്തൊക്കെ പോയി കഴിയുമ്പോൾ കാണാം നിങ്ങൾ ഇളകി കിടക്കുന്നതും 2 ഡോർ ഇല്ലതും പൊട്ടിയതും തെളിങ്ങിയതൊക്കെ കാണും. പക്ഷേ ഒരു കമ്പനി ഇപ്പോൾ അറ്റ്ലസിനെ പോലത്തെ ഏത് കമ്പനിക്ക് ഇതുപോലത്തെ ഒരു കമ്പനി ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവരതിൻ്റെ മെയിൻ്റനൻസ് പാർട്ടും കൂടി ക്ലിയർ ചെയ്യും. പിന്നെ ഒരാൾ ഒരു സ്പെസിഫൈഡ് ഇപ്പോൾ ഞാൻ ഞാൻ ആരെയും തള്ളി പറയുന്നതല്ല, നമുക്ക് കൊടുക്കുമ്പോൾ നാളെ കാരണം വർക്ക് മാർക്കറ്റിലുള്ള സമയത്ത് അവരെല്ലാം വർക്ക് ചെയ്യും. വർക്ക് ഇല്ലെങ്കിൽ വേറെ പല പരിപാടിക്കും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കമ്പനി സിസ്റ്റമാറ്റിക്കാണ്. ഇന്നിപ്പോൾ ഷജീർ ഇല്ല, ഇവിടെ അറ്റ്ലസ് ഉണ്ട്. നാളെ ഞാൻ വേറെ സെഗ്മെൻറ്റിക്ക് പോയാലും ഇവിടെ അറ്റ്ലസ് ഉണ്ട്, ഞങ്ങളുടെ ഡാറ്റാബേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ രണ്ടാമത്തെ മെറ്റീരിയൽ സെലക്ഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനി ഒരിക്കലും മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യൂല. ഇപ്പം മെറ്റീരിയൽ സെലക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പോൾ നമ്മളൊരു ഇൻറ്റീരിയർ ചൂസ് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് 5 years സർവീസ് വാറണ്ടി. 5 years സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഡൗട്ട്ഫുൾ ആവണം. കാരണം ഈ 5 years സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്, ഇൻഡയറക്റ്റ്ലി അവർ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു മിനിമം 10 years ഫ്രീ സർവീസ് വാറണ്ടിയുള്ള ഒരു കമ്പനിക്ക് വേണം കൊടുക്കാൻ. പിന്നെ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ഇൻഹൗസ് ഡിസൈനിങ് ടീമുണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ ടീമുണ്ട്, ആഫ്റ്റർ സർവീസ് ഉണ്ട്. ഈ 5 പ്രോസസ്സും ഇവിടെയാണ്. അപ്പോൾ ഇവരുടെ ഡിസൈനിങ് ചാർജസ് നമ്മൾ വാങ്ങിക്കുന്നില്ല. ഞങ്ങളൊരു അതായത് കൺസെപ്റ്റ് ബേസ്ഡ് കസ്റ്റമൈസ്ഡ് ഇൻറ്റീരിയർ സൊല്യൂഷൻ ആയതുകൊണ്ട് മാനുഫാക്ചറിങ് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ A to Z സർവീസ് പ്രൊവൈഡറായിട്ട് ഒരാളുടെ ഡ്രീം ഹോമിന് അവരെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അറ്റ്ലസ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. സർ, അതിൽ തന്നെ ഒരു സിമിലർ ക്വസ്റ്റൻ ആണ്, അതേ ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ബിൽഡിംഗ് ചെയ്യുമല്ലോ, ലൈക്ക് കിച്ചൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞാൻ കേട്ടിരുന്നു അറ്റ്ലസിൻ്റെ ഇപ്പോൾ അലൂമിനിയം ബോഡിയിലുള്ളതുണ്ട്, ഗ്ലാസിൻ്റെതുണ്ട്, അതിലെല്ലാം സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ ഇപ്പം മൾട്ടി വുഡ് യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക, ലൈക്ക് കസ്റ്റമറിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഇതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്? ഇതെങ്ങനെയാണ് ആ ഡിസിഷനിലെത്തുന്നത്? നമ്മൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ കാരണം സിൻസ് നമുക്കൊരു ഇത്രയും 25 വർഷത്തെ എക്സ്പീരിയൻസ് ആയി ഫീൽഡിൽ, പിന്നെ ഞങ്ങളുടെ ടീമിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക മെറ്റീരിയൽസിന്. ഇപ്പോൾ ഒരു കോസ്റ്റൽ ഏരിയ, ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കുറച്ച് ഫ്ലഡൊക്കെ വന്ന സമയമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾക്ക് ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കൽ അലൂമിനിയം. കാരണം അറിയാമല്ലോ, അലൂമിനിയത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന പൗഡർ കോട്ടഡ് അലൂമിനിയം അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ പലതും ഇമ്പോർട്ട് ചെയ്യണതാണ്. ഇതിന് ഞങ്ങൾക്ക് അറിയാം ഈ മെറ്റീരിയലൊക്കെ വെള്ളം നനഞ്ഞാലും മുങ്ങിക്കിടന്നാലും ഇനി ചളി നടന്നാലും, കാരണം ആ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ എത്ര കിച്ചൺ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു, എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. ഈവൻ നമുക്ക് ആ സമയത്ത് ഒരു അവാർഡ് വരെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇതെല്ലാം ഞങ്ങൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു, ഒരു കംപ്ലൈൻറ്റും ഉണ്ടായില്ല. ഇന്നും ചിലപ്പോൾ ഈ വീഡിയോ കാണണം 2008 എങ്ങാനും ഞങ്ങളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു കേരളത്തിൽ. അപ്പോൾ ആ സമയം മുതൽ ഇന്ന് വരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങളെ യൂട്യൂബ് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെ റിവ്യൂസും ടെസ്റ്റിമോണിയൽസും ഒക്കെ കാണും. അപ്പോൾ അവരെല്ലാം ഇപ്പോഴും ആ കിച്ചൺ ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊരു നമ്മൾ ആ ഒരു മെറ്റീരിയൽ സെലക്ട്, ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഞങ്ങൾ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുള്ളൂ. ചില ഫ്ലാറ്റുകൾ 10-20 നിലകളാണ്. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ആ രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ചിലപ്പോൾ മറൈൻ പ്ലൈ ഇല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ്, ഇപ്പോൾ ബ്ലോക്ക് ബോർഡൊക്കെ ഉണ്ട്. ബ്ലോക്ക് ബോർഡൊക്കെ ഭയങ്കര മെറ്റീരിയൽ ഇപ്പോൾ പുതിയത് ഇറങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ഏരിയക്ക് എങ്ങനെയാണ് വേണ്ടത് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ സർ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മൾ കിച്ചൺ ഇപ്പം മോഡേൺ കിച്ചൺസിൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ഒത്തിരിയായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് കുറച്ച് നാളായിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. അപ്പം അത് സാറിന് എന്താണ് തോന്നുന്നത്? ലൈക്ക് നമ്മൾ കേരള കിച്ചൺസിന് പ്രിഫേർഡ് ആണോ ഓപ്പൺ കിച്ചൺ? ഇറ്റ്സ് എ ഗുഡ് ഐഡിയ? ഓപ്പൺ കിച്ചൺ അങ്ങനെയൊന്നുമില്ല. കാരണം പലരും പലയിടത്തും താമസിച്ചു വന്നതും കണ്ടതും കേട്ടതൊക്കെയാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാംസ്, പിൻട്രസ്റ്റ്, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡിസൈനേഴ്സിന് വലിയ റോളില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പലയിടത്തുനിന്നും കണ്ട് പല സോഫ്റ്റ്വെയർസൊന്നും പല റീൽസും കണ്ടിട്ടാണ് ഇവിടെ വരേണ്ടത്. അപ്പം അത് ഒരിക്കലും മോശമല്ല, നല്ലതാണ്. ഇപ്പോൾ ഓപ്പൺ കിച്ചണൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഹൈജീൻ കീപ്പ് ചെയ്യണം. പിന്നെ നല്ല ഫിനിഷോടെ വേണം അത് ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങളെടുത്ത് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം, അത് നമുക്ക് ഏകദേശം 3000 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു എലഗൻറ്റ് ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ എപ്പോഴും നമുക്ക് ഒരു വിസിബിലിറ്റി ഉള്ള ഒരു സ്പേസിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ.
ഒരു ഇടുങ്ങിയത് അല്ലെങ്കിൽ ചെറിയ ഒരു സ്പേസിലൊന്ന് നമുക്ക് വെറുതെ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്ത് അത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വേണം, അത് കാണാനുള്ളൊരു ഡിസ്റ്റൻസ് വേണം. ആ വീടുകൾ അങ്ങനത്തെ വലിയ വീടുകളും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ കുറച്ച് വിശാലമായുള്ള ഫ്ലാറ്റുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. ഹൈജീൻ നമ്മൾക്ക് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ നീറ്റ്നെസ്, ഇപ്പോൾ ഒരു കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പം അത് ക്ലിയർ ചെയ്തിടണം. എല്ലാം നമുക്കൊരു മറ്റേ കിച്ചൺ പോലെ എല്ലാം ഒരു സ്റ്റൗവിൻ്റെ മേളിലൊന്നും വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കിച്ചൺ ആകുമ്പോൾ ഓപ്പൺ കിച്ചൺ അതിൻ്റെ യൂട്ടിലിറ്റി പർപ്പസ് നല്ല കാര്യമാണ്, അല്ലാതെ മോശമൊന്നുമില്ല ഓപ്പൺ കിച്ചൺ. പക്ഷെ ക്ലീൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ക്ലീൻ ആയിട്ട് നോക്കണം. അതിൻ്റെ എലഗൻസ് ഫീലാണ്. ഓപ്പൺ കിച്ചൺ എപ്പോഴും ഒരു ഡാർക്ക് സാധനം കൊണ്ടുവന്ന് ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ട് ഒന്ന് കാണാനും അങ്ങനത്തെ മെറ്റീരിയൽ നോർമൽ സാധനങ്ങളൊന്നും ചെയ്തില്ല. അത് ചെയ്യുമ്പോൾ നമ്മൾ എലഗൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാം. സർ അതുപോലെ ഈ ഹുഡ് ആൻഡ് ഹോബിന്റെ കൺസെപ്റ്റ് അത് ഈ പറഞ്ഞ പോലെ ഓപ്പൺ കിച്ചൺസിലാണെന്ന് തോന്നുന്നു മോസ്റ്റ്ലി അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറുകയെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് അവിടുത്തെ സ്റ്റൗ സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്നത് അപ്പോൾ ഹുഡ് ആൻഡ് ഹോബ് തന്നെ വേണം എന്ന് മാൻഡേറ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെന്തുകൊണ്ടാണ് അത് കൂടുതൽ പ്രിഫേർഡ് ആയിട്ട്? മോഡുലാർ കിച്ചൺ എപ്പോഴും ഹുഡ് ആൻഡ് ഹോബ് വേണം. അപ്പോഴാണ് അതിന്റെ ഭംഗിയോ വരുള്ളൂ, ഒരു കിച്ചൺ ആവുള്ളൂ. മറ്റേ സാധാരണ പണ്ടൊക്കെ ചെയ്ത പോലെ നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ വെക്കണല്ലേ ഇപ്പോഴത്തെ സിസ്റ്റം. പക്ഷെ ഒരാളുകളെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോബ് ചിമ്മിനീസ്, അതായത് ഹുഡ് മിക്കവാറും ആളുകൾ ഈ സക്ഷൻ കപ്പാസിറ്റി ഇത് വലിക്കുകയോ അല്ലെങ്കിൽ ഇത് സക്ക് ചെയ്തിട്ട് ഇതിന്റെ സ്മെല്ല് പോവോ എന്നൊക്കെയുള്ള പഴയൊരു കൺസെപ്റ്റ്. പക്ഷെ അങ്ങനെയല്ലേ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ഈ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഹുഡ് ഹോബ് ഒക്കെയാണ്. അപ്പോൾ അതിലൊക്കെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓട്ടോ കട്ട് ഓഫ്, അപ്പോൾ നമുക്ക് പഴയ ഒരു സ്റ്റൗ ഒക്കെ വെച്ച് കഴിയുമ്പോൾ അതെങ്ങനെ കട്ട് ഓഫ് ആവും, ഇപ്പോൾ ഗ്യാസ് ലീക്കേജ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രെൻഡുകൾ ഇതുപോലത്തെ ഹുഡ് ഹോബ് ഒക്കെ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതും സൗണ്ട് ഇല്ലാത്തതും നല്ല സെക്ഷൻ കപ്പാസിറ്റി ഉള്ളതൊക്കെ. അപ്പോൾ മെയിൻ ഒരു കൺസെപ്റ്റ് അങ്ങനെയുള്ള ആൾ ഈ പഴയ എക്സോസ്റ്റ് ഫാനിലാണ് ഇതെല്ലാം സക്ക് ചെയ്ത് വെളിയിൽ പോകുള്ളൂ എന്നല്ല. ഇത് നല്ല സാധനം ഹുഡ് ആൻഡ് ഹോബാണ് ഇപ്പം മോസ്റ്റ്ലി ഇവിടെ വരുന്ന എല്ലാ ക്ലയൻസും പ്രിഫർ ചെയ്ത് പോകുന്നത്. എനർജി എഫിഷ്യന്റും കുറച്ച് സേഫ്റ്റി അതും എല്ലാം നല്ലതാണ്. പിന്നെ അതിനെല്ലാം സർവീസ് നല്ല നല്ല കമ്പനികളാണ്, എല്ലാം നല്ല സർവീസ് കിട്ടുന്ന കമ്പനികളാണ് കേരളത്തിലുള്ളത്. എക്കണോമിക് ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഹൈ എൻഡ് രീതിയിലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അറൗണ്ട് 8,000 to 2 lakhs 3 lakhs 5 lakhs ഒക്കെ വരെയാണ്. അപ്പോൾ അത് കപ്പാസിറ്റി നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. അതിനൊക്കെ ഓരോ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. നമ്മുടെ നീഡിനും നമ്മുടെ ബഡ്ജറ്റിനും മതി അതാണ് ബെസ്റ്റ്. സർ അതുപോലെ ഇപ്പോൾ ഗ്ലോബലി സർ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ ട്രെൻഡ്സ് ഒത്തിരിയും വരുന്നുണ്ട്. ലൈക്ക് ഇന്റീരിയറിന് ഇത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒത്തിരി പേര് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ ഒരു തോട്ടിൽ എന്താണ് ഇനി റീസെന്റ് ട്രെൻഡ്സ്, ലൈക്ക് ഇപ്പം ഉള്ളതിൽ നിന്നും എന്താണ് ഇപ്പൊ പുതിയ ട്രെൻഡ്, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എന്താണ് അതിൽ ഫോളോ ചെയ്യുന്നത്? ലേറ്റസ്റ്റ് എല്ലാവരും മിനിമലിസ്റ്റിക് ആയിട്ട് മാറുന്നുണ്ട്. കാരണം അത്ര പണ്ടത്തെ പോലെ ഒരു എല്ലാം കൂടി കൺജഷൻ ഫീൽ അല്ല, എല്ലാവരും ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പോൾ ഒരു മിനിമലിസ്റ്റിക് തീമാണ് കൊണ്ടുവരുന്നത്. അതുപോലെ കളേഴ്സ് സെലക്ഷൻ ആയാലും സ്പെസിഫൈഡ് കളർ ഷെയ്ഡ്സ് മാത്രമാണ് ഇപ്പോൾ അധികം പ്രിഫർ ചെയ്യുന്നത്. കാരണം പഴയ പോലെ എല്ലാം ഈ കണ്ണിന് കുത്തി കയറുന്ന അങ്ങനത്തെ ഒക്കെ നമുക്ക് 1-2 ദിവസം രസം കാണാം. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മളെ വീടായാലും കിച്ചണായാലും. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, അതായത് കുറച്ചുകൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്സും കാര്യങ്ങളും, അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഡാർക്ക്, അങ്ങനത്തെ ഷെയ്ഡ്സും ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കളർ പ്രിഫറൻസ്. പിന്നെ ഒരുപാട് ആക്സസറി പാർട്ടുകളാണ് ഇപ്പോൾ കൂടുതൽ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കണം. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് യൂട്ടിലിറ്റി പർപ്പസിന് നടക്കും. പക്ഷെ എല്ലാം നമുക്കൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി, നമുക്കൊരു പക്ക യൂട്ടിലിറ്റിക്കൊന്നും ചിലപ്പം നടക്കൂല. അപ്പോൾ അറ്റ്ലസ് എപ്പോഴും പ്രിഫർ ചെയ്ത് കൊടുക്കൽ നമ്മൾ യൂട്ടിലിറ്റി പർപ്പസും നമ്മുടെ സ്പേസ് സേവിങ്ങും പിന്നെ എലഗൻസ്, അതായത് ലുക്കിൽ നമുക്ക് നല്ല, പിന്നെ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണില്ല. അറ്റ്ലസ് എപ്പോഴും പ്രിഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റിയും എസ്തെറ്റിക്സും തമ്മിലുള്ള ഒരു വാറിൽ ഇപ്പൊ എങ്ങനെയാണ് സാർ, എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കൺസെപ്റ്റ്സും കൂടെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവിടെ ടീമിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ വേണം, നമ്മൾ കൊടുക്കൂല. ഫസ്റ്റ് വരേണ്ടത് സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് അറിയാം. കാരണം ഓരോരുത്തർക്ക് ഓരോ ലൈഫ് സ്റ്റൈലാണ്. എൻ്റെ ലൈഫ് സ്റ്റൈലല്ല മാഡത്തിന്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഡെയിലി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. മാഡം ചിലപ്പോൾ മിക്കവാറും സ്വിഗ്ഗി സൊമാറ്റോ തമാശക്ക് പറയുന്നതാണ്, ചിലപ്പോൾ ഞാനാണ്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ രീതി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വേണം,
എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുപോലെ എൻ്റെ റൂം എങ്ങനെ ആയിരിക്കണം, എൻ്റെ കളർ തീം ആവില്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്, അത് അറിഞ്ഞിട്ടാണ്, അത് 100% അറിഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചെയ്യൂല എന്ന് പറയില്ല, പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അത് ചെയ്തിട്ട് അവിടെ കാര്യമില്ല, വെറുതെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ആവശ്യം, അത് ആ നീഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഡിസൈൻ ആയാലും അതിൻ്റെ ബാക്കി കാര്യം. ഇപ്പോൾ ചിലയിടത്തൊക്കെ വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്ത് ആവശ്യമില്ല, കാരണം നമുക്കത് ഉപയോഗിക്കില്ല, നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഓക്കെ. ഈ കാര്യങ്ങൾ. സോ സർ, നമ്മൾ വീട് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്റീരിയർ ഡിസൈനറിനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് എങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യണം? ഇപ്പം ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തായിരിക്കണം ബേസിക്കലി നമ്മളൊരു ആസ് എ കസ്റ്റമർ ഞാൻ എന്തൊക്കെയായിരിക്കും നോക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് പറഞ്ഞു, വി ആർ പ്രൊവൈഡിങ് കൺസെപ്റ്റ് ബേസ്ഡ് കസ്റ്റമൈസ്ഡ് ഇൻറ്റീരിയർ സൊല്യൂഷൻ. ഒരാളെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് കസ്റ്റമൈസേഷൻ ചെയ്ത് അതിൻ്റെ ഡിസൈനും അതിൻ്റെ മാനുഫാക്ചറിങ് എക്സിക്യൂഷനും അറ്റ്ലസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ സൊല്യൂഷൻസും അവിടെ കിട്ടുന്നതുകൊണ്ടാണ്. നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 1 or 2 hours ഉള്ളിൽ എല്ലാം ക്ലിയർ. അപ്പോൾ നമുക്ക് ഇവിടെ പല NRI ക്ലയൻസ് ഉണ്ട്, ഇവിടുത്തെ ക്ലയൻസ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള നമ്മൾ കണക്ഷൻ അസോസിയേഷൻ, അങ്ങനെ പല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളം മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലും ബാംഗ്ലൂർ, കർണാടകയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എൻക്വയറീസ് വരാറ്. അപ്പോൾ അവരൊക്കെ ഓൺലൈനിലൊക്കെ ഡിസ്കഷൻസ് നടക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഡിസൈനിങ് ഒരു സ്ട്രോങ് ടീമുണ്ട്. ഇവിടെയും കൊച്ചിയിലും കൊല്ലത്തുമാണ് ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉള്ളത്. അവിടെ എല്ലാം ഡിസൈനേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്. പിന്നെ ഈ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈനിൽ തന്നെ ഡിസൈനേഴ്സ് എല്ലാം ദർ എക്സ്പേർട്ട് ഇൻ മെറ്റീരിയൽസ് ആൾസോ. ചിലയിടത്ത് മെറ്റീരിയൽസിനെ കുറിച്ച് നോളജ് കാണുള്ളൂ. അപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അറ്റ്ലീസ്റ്റ് എല്ലാ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ന ഏരിയയിൽ ഇന്ന സ്പെസിഫൈഡ് മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഫാക്ടറിക്ക് സോഫ്റ്റ്വെയർസാണ് ഇവിടെ സേവ് ചെയ്ത് നേരെ ഫാക്ടറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങും ഹൈ എൻഡ് മെഷീൻസ് വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫിനിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസം, അതിൽ വേറെ ഒരു ഡൗട്ട്ഫുൾ ആണ് ഫിനിഷസ് ഓസം. അപ്പോൾ നമ്മൾ ഈ മാനുഫാക്ചറിങ് സമയത്ത് നമ്മുടെ ക്ലയൻസ് ആരാണോ അവർക്ക് ഞങ്ങളുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. കാരണം പലയിടത്തും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഇൻറ്റീരിയർ മേഖല. കാരണം അറിയാലോ, മെറ്റീരിയൽസിലാണ് ഇതിൻ്റെ കളികൾ മൊത്തം. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനി ഒരിക്കലും അവരെ മെറ്റീരിയൽസിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. 100% നിങ്ങളുടെ അടുത്ത് എന്താണോ കമ്മിറ്റ് ചെയ്ത് മെറ്റീരിയൽസ് മാത്രമേ സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇൻസ്റ്റലേഷൻ നമ്മൾ ഇൻഹൗസ് ടീമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവർക്കറിയാം എക്സാക്റ്റ് എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എവിടെ എല്ലാം ഒരു ഇപ്പോൾ വെളിയിൽ ഔട്ട്സോഴ്സ് ഒന്നും ചെയ്തില്ല, നമ്മൾ ഇൻസ്റ്റലേഷൻ ടീം. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ 5ാമത്തെ കാര്യമാണ് ആഫ്റ്റർ സർവീസ്. ഇന്ന് അറ്റ്ലസിന് സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്, അറ്റ്ലസ് ഗാർഡ് എന്ന് പറയുന്നത്. ഇവർ പ്യൂർലി ഫോർ സർവീസ് പർപ്പസിന് വേണ്ടി മാത്രം 24 hours ഒരു വർക്കിംഗാണ്. എമർജൻസി ഇപ്പോൾ അറ്റ്ലസ് അങ്ങനെ ഒരു സർവീസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചിട്ടാണ് നമ്മൾ മിക്കവാറും സർവീസ് എടുക്കാറ്. ഒരു കസ്റ്റമർ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം പോലെ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ സർവീസ് മേടിച്ച് എന്നിട്ട് പിറ്റേ ദിവസം ഇവർ സർവീസ്. എമർജൻസി ഒക്കെ നെക്സ്റ്റ് ഡേ പോകും, ഇല്ലെങ്കിൽ അവർ സമയം പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളുള്ള കമ്പനികൾ ഏതോ നിങ്ങൾ പ്രിഫർ ചെയ്യുക, ചൂസ് ചെയ്യുക. കാരണം ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി അതില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പെട്ടുപോകും. വീട് പണി പോലെ നീണ്ടുപോകും. കാരണം ഇൻറ്റീരിയർ എപ്പോഴും അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ അറിയാലോ, വീട് വെക്കുന്നതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മൾ ആ വരുന്നവർക്ക് അത്രയും കംഫർട്ടായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമേ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഓക്കെ സർ, വീണ്ടും തിരിച്ച് കിച്ചണിലോട്ട് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കിച്ചണിൽ ബാക്ക്ഡ്രോപ്പ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ടും? ബാക്ക്ഡ്രോപ്പ് എടുക്കുമ്പോൾ ആ ഒരു കളർ തീമിന്, അതായത് നമ്മൾ ബേസ് യൂണിറ്റും അതെ ബേസ് ക്യാബിനറ്റും വോൾ ക്യാബിനറ്റും ഓവർ ഹെഡ് ക്യാബിനറ്റും എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു കളർ തീമിന് നോക്കി സജസ്റ്റ് ചെയ്യുന്ന ബാക്ക്ഡ്രോപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അതിലെപ്പോഴും പ്രിഫർ ചെയ്തതിന് കുറച്ച് സ്മൂത്ത്, അതായത് ഗ്ലോസി രീതിയിലുള്ളതാണ് നമുക്ക് എപ്പോഴും നല്ലത്, ക്ലീൻ ചെയ്യാനും ബാക്കി കാര്യങ്ങളിലൊക്കെ. മറ്റേതും ചൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ബെസ്റ്റ് നമ്മുടെ കൺസെപ്റ്റിൽ ബെസ്റ്റ് നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്ത് പോകുന്നതും ഒരു ഗ്ലോസി ടൈപ്പാണ് ബാക്ക്ഡ്രോപ്പ് പോകുന്നത്. അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ, കാരണം നമുക്ക് കിച്ചണല്ലേ ക്ലീൻ ചെയ്യാൻ ഒക്കെ എളുപ്പം നമുക്കതാണ്.
ഓക്കെ ഓക്കെ. അതുപോലെ നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സോഫ സെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതും അറ്റ്ലസ് ചെയ്യുന്നുണ്ടോ അതോ? നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ സ്കോപ്പിൽ വരുന്നുണ്ട് ഫാക്ടറിയിൽ. അത് കാരണം അറ്റ്ലസ് ചെയ്യുന്ന മോഡ്യൂൾസ് ആണ്, കംപ്ലീറ്റ് മോഡുലാർ ഫർണിച്ചറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് ലൂസ് ഫർണിച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ പല അസോസിയേഷൻസിലുണ്ട്. ഫ്യൂമ എന്ന് പറഞ്ഞ ഹോൾ കേരള ഫർണിച്ചർ അസോസിയേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ അസോസിയേഷനിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ ഈ ലൂസ് ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഇനൗസ് മാനുഫാക്ചറിങ് അല്ല, ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ നമ്പർ 1 മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് അറിയാം, അവിടെ വെച്ച് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാറ്, സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എക്സ്റ്റൻഡൽ വാറണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ലൈഫ് ടൈം ഒരു മെയിൻ്റെനൻസ് സപ്പോർട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഫർണിച്ചേഴ്സിന് ആ ഒരു മാനുഫാക്ചറിങ് അവരെന്താണ് തരുന്ന വാറണ്ടി. എക്സ്റ്റൻഡഡ് വാറണ്ടീസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്ത അറ്റ്ലസിൻ്റെ അത് സ്പെസിഫൈഡ് ആണ്, നമ്മൾ എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. നമ്മളെ മോഡ്യൂൾസ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കോപ്പിൽ വരുന്നത് അതിന് കറക്റ്റായിട്ടുള്ള വാറണ്ടീസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എല്ലാവിധ ഫർണിച്ചേഴ്സിനും അവരവരുടെ മാനുഫാക്ചറിങ് ഒരു വാറണ്ടി ഉണ്ട്, ആ വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ സർ പറഞ്ഞിരുന്നല്ലോ സ്പേസ് പോയി കണ്ടിട്ടൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ലൈക്ക് ആ സ്പേസിന് എന്ത് പറ്റും, ഇവരുടെ ഒരു രീതിക്കും ലൈഫ് സ്റ്റൈലിനും പറ്റുന്ന രീതികൾ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെയിന്റിംഗ് ഒക്കെ ഏതൊരു ഫേസിലാണ് ഇന്റീരിയർ ഡിസൈൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പം പെയിന്റിംഗ് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതിന് ശേഷമാണോ അതോ ഇന്റീരിയർ ഡിസൈൻ മൊത്തം ചെയ്തതിന് ശേഷമാണോ നമ്മൾ ബാക്കി ചെയ്യുക? അതെന്താണ് പ്രോസസ്സ്, എന്താണ് ബേസിക്? അപ്പോൾ നമുക്കൊരു സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഇവിടുന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അതിനൊരു കൺസൾട്ടിങ് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റഫ് കോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ വരും. അപ്പോൾ നമുക്കൊരു പ്ലാൻ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു റഫ് കോട്ട് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഇവർ കൺസെപ്റ്റ് നമുക്ക് ഫോണോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ കോട്ട് എന്ന് പറഞ്ഞാൽ എക്സാക്ട് കൊട്ടേഷൻ അല്ല, ചിലപ്പോൾ അതിൽ ഫൈനലായിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആഗ്രഹങ്ങൾ മാറും, ചിലപ്പോൾ ആഗ്രഹങ്ങൾ കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ഫൈനൽ കോട്ടും ഈ ഫസ്റ്റ് കോട്ടും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ പിന്നെ നമുക്കിവിടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരാണോ ചെയ്യുന്നത് അവർക്കുള്ള കറക്റ്റ് ഫിനിഷസ് ഇവിടെ അറിയാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഫാക്ടറി കാണാൻ നമുക്ക്, ഇനി ഏതെങ്കിലും ചെയ്ത സൈറ്റുകൾ കാണാൻ, അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ഇന്റീരിയർ ഡിസൈനിങ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങുന്നവരുണ്ട്, പിന്നെ നമുക്ക് മിഡിൽ സ്ട്രക്ചറായിട്ട് വന്നവരുണ്ട്, ഫിനിഷായിട്ട്. ഈ 3 രീതിയിലും ഇവിടെ വരാറുണ്ട്. മൂന്ന് പേർക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓരോ സജഷൻസ് കൊടുക്കാറുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് നമുക്കിപ്പം ഫസ്റ്റ് ഫേസിലുള്ളതല്ലാതെ ഇപ്പോൾ റീഡിസൈൻ കേസസ് വരുന്നതും എല്ലാം റിനോവേഷൻ നമ്മൾ നടക്കും. റിനോവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സിവിൽ ഇതുപോലെ പല കമ്പനികളിലായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിവിൽ കാരണം നമുക്കറിയാവുന്ന ഇൻറ്റീരിയറാണ്, നമ്മളൊരിക്കലും അറിയാത്ത പണി ചെയ്യാറില്ല. അപ്പോൾ സിവിൽ വരികയാണ്. സിവിൽ നമുക്ക് എക്സാക്റ്റ് നമ്മളെ രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്ന ഒരു 5-6 കമ്പനികൾ പലയിടത്തും നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരാണ് സിവിൽ ചെയ്യുക, ഇൻറ്റീരിയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. കാരണം അവർക്കറിയാം ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് സ്പെസിഫിക്കേഷനിൽ ഞങ്ങൾ ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കിച്ചൺ ചെയ്യുമ്പോൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ ബെഡ്റൂം ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എക്സാക്റ്റ് കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവർ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ. സർ പറഞ്ഞു അറ്റ്ലസ് ഇപ്പോൾ ജനറിക് ആയിട്ടുള്ള കോട്ടുകൾ അങ്ങനെയല്ല, ജനറിക് റെക്കമെൻഡേഷൻസ് നമ്മളിപ്പോൾ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് കസ്റ്റമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാലും ബേസിക്കലി നമ്മളിപ്പോൾ ഒരു വീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കപ്പിൾ ഓഫ് തിങ്സ്, ലൈക്ക് ഇന്ന കാര്യങ്ങൾ എന്തായാലും നോക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ, നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ സർ? സജഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മെറ്റീരിയൽ സെലക്ഷനാണ്. അതിൽ ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യരുത്. ഡിസൈൻ സെക്കൻഡറി. ഡിസൈൻ നമുക്ക് ഇപ്പോൾ ഡിസൈൻ ഒരുപാട് AI സോഫ്റ്റ്വെയർസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് തരും. പക്ഷേ മെറ്റീരിയൽ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു കൺജഷൻ ഫീൽ ആക്കരുത് വീടെല്ലാം കൂടി ചെയ്തിട്ട്. ഇപ്പോൾ അറ്റ്ലസ് ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഡിസൈനേഴ്സിൻ്റെ കരവിരുതോ ഇതാവരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ഒരു ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടെ സജസ്റ്റ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് മോഡ്യൂൾസ് എല്ലാം ഇവിടെ അടിച്ച് കയറ്റിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു വിശാലത എപ്പോഴും വീടിന് വേണം, ലൈറ്റ് തീംസ് വേണം നിങ്ങൾ പ്രിഫർ ചെയ്യാൻ. ഒരിക്കലും ഡാർക്കിലൊന്നും പോകരുത്, കാരണം അതൊക്കെ 1-2 ദിവസമൊക്കെ നമുക്ക് രസമുണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ എപ്പോഴും വേണ്ടത്. പിന്നെ ഒരു വിശാലത ഓപ്പൺ ഹൗസ് നമുക്കൊരു ആ രീതിയിൽ വേണം. ഇപ്പോൾ എല്ലായിടത്തും ഡിസൈൻ ചെയ്യണമെന്നൊന്നും പറയില്ല. ഡിസൈൻ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ രണ്ട് പ്ലാന്റ് ഒരു കോർണറിൽ വെച്ചാൽ തന്നെ അവിടുത്തെ ഭംഗി മാറും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡിസൈൻസ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ സാർ, അത് പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഇന്റീരിയർ മാത്രമാണോ അതോ അറ്റ്ലസിന് ലൈക്ക് ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനത്തെ സപ്പോർട്ടും? അറ്റ്ലസ് എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറ്. ചിലത്
ഇപ്പോൾ നമ്മൾ അസോസിയേറ്റ് ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ ഞാൻ BNI എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ലാർജ് ഓർഗനൈസേഷൻ അറിയുണ്ടാവും, ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. അപ്പോൾ അതിൽ തന്നെ പല കാറ്റഗറീസ് ഒക്കെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും ബ്ലൈൻഡ്സ് കേർട്ടൻസ് ഒക്കെ അതായാലും പിന്നെ സിവില്, ഇപ്പോൾ CCTV, പിന്നെ ഓട്ടോമേഷൻ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനെ എന്തൊക്കെയാണോ ഒരു വീടിന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ആവശ്യമുള്ളത്, ഇപ്പോൾ ഇനിവൻ പെർമിഷൻ, ഇതെല്ലാം നമുക്ക് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ നമുക്ക് ഈ പല അസോസിയേഷനിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ വെളിയിലൊരാൾക്ക് ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഇവിടെ വരും, അപ്പോൾ അയാൾക്ക് നമുക്ക് കൊടുക്കാൻ സർവീസ് പ്രൊവൈഡ്. അപ്പോൾ നമുക്ക് ഇത്രയും കണക്ഷൻസും നെറ്റ്വർക്കിങ്ങും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഞാൻ ത്രൂ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ട്രസ്റ്റഡ് ആണോ അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫേംസിനെ നമ്മൾ കൊടുക്കുകയുള്ളൂ. കാരണം നമുക്ക് അറിയാലോ ഇപ്പോൾ ഇത്രയും 25 വർഷമായി ഇത്രയും ക്രെഡിബിലിറ്റി നമ്മുടെ. അപ്പോൾ ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അതും നമ്മുടെ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഓക്കെ സർ, അതുപോലെ നമ്മൾ ഈ ഗ്ലോബൽ ട്രെൻഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 10 കൊല്ലം 15 കൊല്ലത്തിനിടയ്ക്കൊക്കെയാണ് ഈ ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റ് അങ്ങനത്തെ പല കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു വിഷൻ ഫോർവേഡ് ഒരു നെക്സ്റ്റ് ഒരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ സാർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പൊതുവേ അറിയാലോ, ചൈനയൊക്കെ കൊണ്ടുവരുന്ന ഫേർണിച്ചേഴ്സൊക്കെ ഉണ്ട്, നമുക്കൊക്കെ ഞെട്ടിപ്പോവും, നമ്മൾ ഷോക്കാവും. നമ്മളിവിടെ നിന്നും പലതും വന്നിട്ടില്ല, വരാൻ പോകണം. ഒരു സ്പേസ് സേവിങ് ഫേർണിച്ചേഴ്സാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിക്ക് മാറിക്കൊണ്ടിരിക്കുക ഫേർണിച്ചർ ഇൻഡസ്ട്രി മൊത്തം. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ നമ്മൾ പല മാറ്റങ്ങളും പല സമയങ്ങളിൽ അറ്റ്ലസ് കൊണ്ടുവന്നതാണ്. കാരണം നമ്മൾ ഒന്നും നമുക്ക് സ്ഥിരതയില്ല. നമ്മൾ ഓരോ 6 months കൂടുമ്പം ഞങ്ങളുടെ പ്രൊഫൈൽസും ഞങ്ങളുടെ വർക്കിംഗ് സ്റ്റൈലും എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രെൻഡ്സ് ഇപ്പോൾ ഒരു സ്പേസ് സേവിങ് ഫേർണിച്ചേഴ്സ് അതുപോലെയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിൽ ബെഡ് സോഫ ആക്കണം, കംഫർട്ടബിൾ ടൈപ്പ് അങ്ങനത്തെ ഫേർണിച്ചേഴ്സാണ് ഈ ഫേർണിച്ചർ ഇൻഡസ്ട്രിയിൽ മാസമായിട്ട് ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ഇൻറ്റീരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിനിമലിസ്റ്റിക് ആണ്, കളർ തീംസ് സെലക്ട് ചെയ്യണം, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ പല രീതിയിലുള്ള ഗ്ലാസ് പാർട്ടീഷൻസും കാര്യങ്ങളും പല രീതിയിലുള്ള ട്രാൻസ്പെറൻറ്റും പല രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു മാറ്റം. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഇതുപോലത്തെ പല മാറ്റങ്ങളും അറ്റ്ലസ് കൊണ്ടുവരുന്നുണ്ട്, ഓരോന്നായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എക്സ്പാൻഷൻസ് ആയാലും പല ഏരിയകൾക്കും നമ്മുടെ സർവീസസ് എത്തുന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുക നമ്മൾ വരുന്നത്. അറ്റ്ലസിന് ഗ്ലോബൽ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മൾ പുറത്തുള്ള ട്രെൻഡ്സ് ഇവിടെ കൊണ്ടുവരുന്ന പോലെ ഇന്ത്യൻ ട്രെൻഡ്സ് എന്തെങ്കിലും പുറത്തോട്ടും അങ്ങനെ എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടെ? കാരണം കൊടുക്കാറുണ്ട്. പിന്നെ പല രാജ്യങ്ങൾ ഇപ്പോൾ ജർമ്മൻ യൂറോപ്യൻ കിച്ചൺ ഇവിടെ കൊണ്ടുവരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും യൂട്ടിലിറ്റിയിൽ എന്തുകൊണ്ടും അതിനേക്കാളും എക്സ്ട്രീം ഫിനിഷിങ്ങിലാണ് നമ്മുടെ മെറ്റീരിയൽസ് ഇവിടെ കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോകാറുണ്ട്, കൊണ്ടുപോയാൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ടർക്കും കൂടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഗ്ലോബൽ എക്സ്പാൻഷൻ എന്നുള്ള അറ്റ്ലസ് പ്ലാൻ ചെയ്യുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഇന്ന് ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത എന്തോരം സംഭവങ്ങളുണ്ട്, അതെല്ലാം ഇന്ന് വേൾഡിന് ആവശ്യമാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ പുറകെ തന്നെയാണ്. എന്തുകൊണ്ട് അവരിവിടെ കൊണ്ടുവരുന്ന വെക്കണം, നമുക്ക് എന്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വിറ്റുകൂടാ? സോ വേറെ വ്യത്യാസം കൂടി, ഇപ്പോൾ നമ്മൾ അറ്റ്ലസിനെ ഇപ്പോൾ ഞാൻ സമീപിക്കുകയാണ് എൻ്റെ ഹോമിൻ്റെ ഒരു ഡെക്കറേഷനും ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രോസസ്, ലൈക്ക് വാട്ട് ഷുഡ് വി എക്സ്പെക്ട്? എന്താണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിന് ഇപ്പോൾ ഇവിടെ വന്ന മെറ്റീരിയൽസ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്ത് തരും, നിങ്ങൾ ഏരിയക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് ഞങ്ങളൊരു ഇനീഷ്യൽ കോട്ട് പ്രൊവൈഡ് ചെയ്യും. ആ കൊട്ടേഷൻ ഏകദേശം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അതങ്ങനെ ആണെങ്കിൽ നമുക്ക് സൈറ്റിൽ വിസിറ്റ് ചെയ്യും. ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത്, ഇപ്പോൾ ചിലവർ പ്ലാൻ അയച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് സൈറ്റ് വിസിറ്റിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ആ പ്ലാനിൽ എക്സാക്ട് മെഷർമെൻറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് സൈറ്റിൽ മെഷർമെൻറ്റ് എടുക്കും. മെഷർമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ പിന്നെയാണ് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഡ്രോയിങ്സ് ഡിസൈൻസൊക്കെ പോകാൻ. അപ്പോൾ ഡ്രോയിങ് ഡിസൈൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോസ്റ്റ്ലി ഫ്ലാറ്റുകളാണ്. ഇപ്പോൾ കൊച്ചിയിലായാലും ട്രിവാൻഡ്രത്തായാലും ഫ്ലാറ്റ്, വില്ലകൾ ഇല്ല എന്നല്ല പറയുന്നത്, വില്ലകളുണ്ട്. പക്ഷെ അധികം നമുക്ക് ഫ്ലാറ്റ് ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഡ്രോയിങ് കൊടുക്കാൻ പറ്റും. ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഡ്രോയിങ്ങിൻ്റെ നിങ്ങൾക്ക് 2D പ്രൊവൈഡ് ചെയ്തതിനും അതുപോലെ 3D പ്രൊവൈഡ് ചെയ്ത് ഇതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങളിത് പ്രൊഡക്ഷന് കൊടുക്കുക. പ്രൊഡക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, നമ്മൾ എല്ലാം സോഫ്റ്റ്വെയർ എക്യുപ്ഡ് ആണ്, ഹൈ എൻഡ് ചെയ്ത്. അപ്പോൾ നമുക്കൊരു 30 to
35 days കൊണ്ട് നമുക്കൊരു ഇൻറ്റീരിയർ പ്രോജക്ട്സ് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും അറ്റ്ലസിൽ. അപ്പോൾ പിന്നെ ഇത് ഡിപ്പെൻസ് ഓൺ ദ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, മെറ്റീരിയൽ അവൈലബിലിറ്റി. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മെറ്റീരിയൽ അവൈലബിലിറ്റിൻ്റെ പ്രശ്നം. മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, ആ പ്രൊക്യൂർമെൻറ്റ് സമയമുണ്ട്. അത് ഇപ്പോൾ കാരണം പല ഷെയ്ഡുകളും ചിലതൊന്നും വെരി റയർ ഷെയ്ഡൊക്കെ കിട്ടാൻ സമയമെടുക്കും. ആ ഒരു സമയമാണ് ഇതിൻ്റെ എഫക്റ്റ് ചെയ്യുക. എന്നാലും ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത സമയത്ത് തീർത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തീർത്തു കൊടുക്കാറേ പതിവുള്ളൂ. കാരണം ഹൗസ് വാമിംഗ് ഒക്കെ അറിയാമല്ലോ, വീട് എപ്പോഴും ഒരു സ്വപ്നമാണ്. ഞങ്ങളടുത്ത് എത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങളടുത്ത് എത്തുന്നത്. അപ്പോൾ മാക്സിമം ഒരു കംഫർട്ട് സോണിലാണ് ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു ഹറിബറി അങ്ങനെ ഒരു ക്രിയേറ്റീവ് റഷ് ഇവിടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറില്ല ഒരു ക്ലയൻറ്റിന്. ആ രീതിയിലാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്യാറ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. സർ, ഇപ്പം അറ്റ്ലസ് ഇപ്പം 25 years ആവുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എവിടേക്കാണ് നമുക്ക് പ്രസൻസ് ഉള്ളത്, അല്ലെങ്കിൽ എവിടേക്കാണ് വർക്ക്സ് നമ്മൾ ചെയ്യുന്നത്? ഞങ്ങൾ ആക്ച്വലി UAE സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 2010 ഓൺവേർഡ്സ് ട്രിവാൻഡ്രത്ത് നമ്മൾ ഫസ്റ്റ് വന്നത്. ഇപ്പോൾ കൊല്ലത്ത് നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഈ 3 സ്ഥലത്തുണ്ട്. ഇപ്പോൾ സൂൺ വി ആർ ഗോയിങ് ടു ഓപ്പൺ ഇൻ കാലിക്കറ്റ് ഓൾസോ. നമ്മുടെ സർവീസ് ത്രൂ ഔട്ട് കേരള ഞങ്ങൾ എല്ലായിടത്തും പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. കാരണം എൻക്വയറീസ് പലയിടത്തും വരുന്നുണ്ട്. ഇനി വെളിയിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂരായാലും തമിഴ്നാട്ടിലൊക്കെ എൻക്വയറീസ് വരുന്നുണ്ട്. എടുക്കാൻ പറ്റുന്ന എൻക്വയറീസ് ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം അതിനൊക്കെ ഒരു പ്രൊജക്ട് സൈസ്, ടിക്കറ്റ് സൈസ് ഉണ്ട്. ആ സൈസുള്ളതേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും അറ്റ്ലസ് ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ സർവീസും കൂടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റിയും കൂടി ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ പ്രോജക്റ്റ് എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ 100% കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓക്കെ ഓക്കെ. സർ, അറ്റ്ലസിൻ്റെ വെബ്സൈറ്റിൽ ധാരാളം ഹാപ്പി കസ്റ്റമർ ടെസ്റ്റിമോണീസ് നമ്മൾ കണ്ടു. അപ്പോൾ സാറ് ഇതുവരെ കണ്ട ക്ലയൻസിൽ അല്ലെങ്കിൽ ചെയ്ത വർക്കുകളിൽ എന്തെങ്കിലും ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, എന്തെങ്കിലും ലൈക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ പോലെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കേസസ് ഉണ്ടോ? നമുക്ക് ഓരോ വർക്കുകളും അതിൻ്റേതായിട്ടുള്ള ചലഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സ്ട്രോങ് ടീമാണുള്ളത്. ഒരുവിധം ചലഞ്ചസ് ഒന്നും പേഴ്സണലി എനിക്ക് വരാറില്ല. കാരണം എല്ലാ സൊല്യൂഷൻസും എല്ലാം ഹൈ എൻഡ്, പലയിടത്തുനിന്നും ട്രെയിനിങ് കഴിഞ്ഞ ടെക്നീഷ്യൻസും എല്ലാം എക്സ്പീരിയൻസ്, ഇത്രയും വർഷം 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഫാക്ടറിയിൽ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റക്കാവണ വർക്കുകളായിട്ട് നമുക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. കാരണം എല്ലാത്തിനും സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഇത്രയും കാലമായി, ഇനിയിപ്പോൾ നമുക്കൊന്നും അതിലൊന്നും ഇനി പുതിയ ഓരോ ദിവസം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണോണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എവറിത്തിങ് എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എന്ത് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാത്തിനും സൊല്യൂഷൻസ്, എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻസ്. നമുക്കിപ്പോൾ 250 പേര് നമ്മുടെ കൂടെ ബാക്കിൽ ശക്തമായി നിൽക്കല്ലേ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ടീമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല നമ്പർ 1 ടീം. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവർ ഞങ്ങളുടെ ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ ഡ്രീം ഹോം എന്ന് പറയുന്ന ആ ഒരു വിഷനെ റിയാലിറ്റി ആക്കാനുള്ള ജേർണിയിൽ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ സാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ടു സെലിബ്രേറ്റ് യുവർ സ്പേസ്, നിങ്ങൾക്ക് വേണ്ട വിഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കോൺടാക്ട് അറ്റ്ലസ്. താങ്ക് യു.